ഹലോ, സൗഖ്യമല്ലേ എല്ലാവർക്കും. 800 സ്ക്വയർ ഫീറ്റുള്ള ഒരു ബജറ്റ് വീടിൻ്റെ മുന്നിലാണെന്നുള്ളത് ആലപ്പുഴയിലെ സനൽ. ഞാൻ ആദ്യം ഒരു ഷെഡായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയുള്ളത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബ്ലോക്കിൽ നിന്നൊരു വില കിട്ടി. അങ്ങനെ പിന്നെ ഞങ്ങൾ ചെറിയൊരു വീട് അങ്ങനെ വെച്ച് അങ്ങനെ 10 ലക്ഷം രൂപയായി ചെറിയൊരു കൊച്ചു വരെയൊക്കെ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വന്നപ്പോൾ 13 ലക്ഷം രൂപയായി വീടിന്. വീട് വെക്കുമെങ്കിൽ ഇതുപോലത്തെ ചെറിയ വീട് വെക്കുക, എല്ലാവർക്കും സന്തോഷമായിരിക്കും. എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കമൻസിലൊക്കെ കാണാം 10 ലക്ഷത്തിൽ താഴെയുള്ള വീടുകൾ. അപ്പോൾ ചെറിയ വീടുകൾ കാണാൻ ഇഷ്ടമുള്ള ആളുകൾ, ചെറിയ വീടുകൾ നിർമ്മിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഇത്. നേരത്തെ പറഞ്ഞ പോലെ 10 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചു, പിന്നെ ഒരു 3 ലക്ഷം രൂപ കൂടി അവർ അതിനകത്ത് ഇൻറ്റീരിയർ വർക്കിനൊക്കെ ചിലവാക്കി. ഇത് ഒരു കോൺട്രാക്റ്റ് വർക്കാണ്, ഫുൾ കോൺട്രാക്റ്റ് ചെയ്തൊരു വർക്കാണ്. ഈ കോൺട്രാക്ടറിൻ്റെ പേര് മുരളി എന്നാണ്. രണ്ടുപേരും നമ്മുടെ നാട്ടുകാരാണ്. മുരളിച്ചേട്ടൻ നമ്മുടെ നാട്ടുകാരനാണ്, ആലപ്പുഴക്കാരനാണ്. അതുപോലെ തന്നെ സനലും നമ്മളുടെ നാട്ടിൻപുറത്തുള്ള ആളാണ്. അപ്പോൾ ഈ വീട് കാണാം, രസകരമായിരിക്കും. ഫ്രണ്ടിലൊരു ബുദ്ധയുടെ ഒരു സ്റ്റാച്ചു എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റാച്ചു അല്ല, ഒരു സിമൻറ്റ് വർക്കുണ്ട്. വളരെ നോർമലായിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറുണ്ട്. ഇതിനപ്പുറം നിറഞ്ഞ ചിരിയാണ് സനലിൻ്റെ. അതിനുമപ്പുറം സമാധാനത്തിൻ്റെ അതിവിശാലമായ ഒരു ഹാളുണ്ട്, അത് കാണുക. എല്ലാം അത്യാവശ്യം നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നൊരു വീടാണ്. ഇവിടെ ഒരു നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു സിറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ സ്റ്റെയർ കേസ് കാണാം. ഈ ഹാളിൻ്റെ ചുറ്റിനായിട്ടാണ് ഇവിടുത്തെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വരുന്നത്. റൈറ്റ് സൈഡിൽ ഡൈനിങ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നു. മുകളിൽ വളരെ പ്ലസൻ്റായിട്ടുള്ള ഒരു സീലിംഗ് വർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഹാള്. ഒരു കുഞ്ഞു കുടുംബത്തിന് വേണ്ട എല്ലാം ഉണ്ട്. 6-8 പേർക്കൊക്കെ ഇരുന്ന് കഴിക്കാനും വിളമ്പാനൊക്കെ ഉള്ള സെറ്റപ്പിലാണ്. ഒരു ചെറിയ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു കോർണറിൽ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ആംബിയൻസ് ആണ്. സനലിയേട്ടൻ്റെ അഭ്യുദയകാംക്ഷയും അതുപോലെ സതീർത്ഥയും അതുപോലെ നാട്ടുകാരനും ഒപ്പം ബന്ധുവൊക്കെയാണ് ഈ മുരളി എന്ന് പറയുന്ന ആൾ. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്രയും കുറഞ്ഞ റേറ്റിൽ ഈ വീടിങ്ങനെ സാധ്യമായത്. ഒരു ബെഡ്റൂമിലേക്ക് കയറി നോക്കാം. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള കളറിങ് ആണ് വീടിന്. അതുതന്നെയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ചാമിങ് ആയിട്ടുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത്. നല്ല രസകരമായിട്ടുള്ള കർട്ടൻ വർക്കുകളുണ്ട്. വളരെ മിതമായിട്ടുള്ള ഫർണിച്ചർ അറേഞ്ച്മെൻറ്റ്സ് ആണ്. അത്യാവശ്യം ഒരു ബെഡ് ഉണ്ടാവും, പിന്നെ ഒരു സ്റ്റോറേജ് ഉണ്ടാവും, ജസ്റ്റ് ഒരു ടേബിൾ ഉണ്ടാവും. ഇത്രയൊക്കെ മതി ഒരു മുറി അറേഞ്ച് ചെയ്യാൻ. ഇത്രയൊക്കെ മതി. നല്ല പ്രീമിയം ലുക്കിലുള്ള ഫോൾ സീലിംഗ് ആണ്, ജിപ്സം സീലിംഗ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും കാണുന്ന നാട്ടിൻപുറത്താണ് ഇത്രയും മനോഹരമായ വീടുകൾ ഉണ്ടാകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ മുഴുവൻ നിർമ്മാണ തൊഴിലാളികളുടെ ഒരു സ്ഥലമാണ്. ഏത് നാട്ടിൽ ചെന്നാലും ഏത് ഗ്രാമങ്ങളിൽ ചെന്നാലും ഒരുപാട് സിമൻറ്റ് വർക്കേഴ്സ്, അതുപോലെ തന്നെ കാർപ്പൻറ്റേഴ്സ്, അതുപോലെ തന്നെ ഫാബ്രിക്കേറ്റേഴ്സ്, ടൈൽ വർക്കുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രസൻസും അവരുടെ സൗഹൃദവും ഒക്കെ ഇങ്ങനെയുള്ള വീടുകളിൽ എന്നും പ്രതിഫലിച്ച് കാണും. അതുപോലെ അതിൻ്റെ ബജറ്റിലുമൊക്കെ അത് വളരെയധികം നിഴലിച്ച് കാണുകയും ചെയ്യാം. അടുത്തൊരു ബെഡ്റൂമിലേക്ക് കയറാൻ, ഇവിടുത്തെ മോൻ്റെ ബെഡ്റൂമാണ്. അതൊന്ന് കണ്ടുവരാം. വളരെ സിമ്പിളാണ്. ഒരു കട്ടിലിട്ടിട്ടുണ്ട്. നല്ല രസകരമായ ചുവരുകൾ കളർഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. അതിഗംഭീരമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോൾ സീലിംഗ് മോളിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും 10 ലക്ഷം രൂപയ്ക്ക് ഒരു വീടുണ്ടാക്കി താമസിച്ചാൽ പോരായിരുന്നു എന്ന്. പക്ഷേ എന്തിനാണ് ഇതുപോലെ ഇൻറ്റീരിയർ ചെയ്യുന്നത്, ഇതുപോലെ കളറടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ്. നമുക്കെല്ലാവർക്കും ഉണ്ടാവും ഒരു വീട് ഇത്ര ചെറുതാണെങ്കിൽ വെക്കുമ്പോൾ അതിലെന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഒരുപാട് നാളായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇല്ലാത്ത പൈസ എല്ലാം സംഘടിപ്പിച്ചിട്ട് വീടിങ്ങനെ നിർമ്മിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു നൂല് പോലുള്ളൊരു സാധനം കൊണ്ടൊരു കർട്ടൻ കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഓൺലൈനിൽ വാങ്ങിയതാണ്. ലെഫ്റ്റ് സൈഡിലൊരു TV യൂണിറ്റ് ഉണ്ട്. ഭയങ്കര രസകരമാണ്. ഇവിടെ സ്റ്റെയർ കേസിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു നല്ല ടോയ്ലറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത ഫുള്ളി ഫർണിഷ്ഡാണ്, ഫുൾ ഫിനിഷ്ഡ് ആണ് എന്നുള്ളതാണ്. എപ്പോഴും പറയുന്ന പോലെ ഒരു ചെറിയ കുടുംബത്തിന് ഇതൊക്കെ തന്നെ ധാരാളമാണ്.
ഈ മുരളി എന്ന് പറയുന്ന ചേട്ടൻ നല്ലൊരു ഡിസൈനറും കൂടിയാണ്. അയാളൊരു വേറൊരു കോൺട്രാക്ടർ അല്ല, നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അയാൾ തന്നെയാണ് ഈ കളറെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇവിടുത്തെ മെറ്റീരിയൽസ് എല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. ഇവിടെ വളരെ ലളിതമായിട്ട് ഒരു സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലൊക്കെ വെച്ചിട്ട് നല്ല രസമുള്ളൊരു സ്റ്റെയർ കേസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഹാളിൽ കണ്ട അതേ ടൈപ്പ് വെട്രിഫൈഡ് ടൈലുകൾ, അതിൻ്റെ ബാക്കിയായതൊക്കെ ആയിരിക്കുക, എന്നാലും അത് നല്ലവണ്ണം അറേഞ്ച് ചെയ്തിട്ട് സ്റ്റെപ്പെല്ലാം ഫുൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 3 വാളി ജനലും ഒക്കെ നൽകിയിട്ടുണ്ട്. മുകളിലൊന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു ലാൻഡിങ് മാത്രമേ ഉള്ളൂ, ഒരു സ്പേസ് ഉണ്ട്, വേണം ഒരു സ്റ്റഡി ഏരിയ ഒക്കെ ആക്കി മാറ്റാം. ഒരു ഡോറ് കൊടുത്തിരിക്കുന്നു, പുറത്തേക്ക് അതിവിശാലമായ ടെറസാണ്. ഭാവിയിൽ ഇവർക്ക് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരെ തിരിച്ച് അടുക്കളയിൽ എത്തിയിരിക്കുന്നു. വീടിന് പറ്റിയ ഒരു അടുക്കളയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞടുക്കള, നല്ല സ്റ്റോറേജ് എല്ലാം ഉണ്ട്, നല്ല വളരെ കളർഫുള്ളായിട്ടുള്ള ബ്ലൂവും വൈറ്റും ചേർന്നിട്ടുള്ള അലൂമിനിയത്തിൻ്റെയാണ് ഇതിൻ്റെ ഈ കബോർഡുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രാനൈറ്റ് എല്ലാം കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടുണ്ട്. 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട് നല്ല വെളിച്ചം കയറാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ തറയിലുമൊക്കെ അത്യാവശ്യം, തറയിലും അതുപോലെ തന്നെ ഇതിൻ്റെ വാളിലുമൊക്കെ നല്ല രീതിയിലുള്ള ടൈലെല്ലാം ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമാണിത്. ഇതിൻ്റെ ഫ്ലോറിങ് ഇതുപോലെയാണ്, ഒരു വുഡൻ ഫീൽ നൽകുന്ന ഒരു ഫ്ലോറിംഗ് ആണ്. ഇതെല്ലാം സെറാമിക് ടൈലുകളാണ്, 2x2 ടൈലുകളാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്തായിട്ട് നല്ല രസമുള്ള ഒരു വർക്ക് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ പുകയെടുപ്പും ഒക്കെയുള്ള ഒരു വർക്ക് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ബൈ ദ വേ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. 2 വർഷം മുമ്പാണ് ഈ വീട് നിർമ്മിച്ചത്. നമ്മൾ ഒരു വട്ടം ഇത് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്, അധികം ആൾക്കാർ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഒന്നുകൂടി കാണിക്കുന്നത്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക.